ചില മനുഷ്യർ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വെറും യാദൃച്ഛികമല്ല, അത് ദൈവത്തിൻ്റെ നിയോഗം തന്നെയാകാം. കൊല്ലം ഇരവിപുരത്തെ അഞ്ജുവിനും അവളുടെ കുഞ്ഞിനും അത്തരമൊരു രക്ഷകനാണ് രാഹുൽ. ദൈവത്തിൻ്റെ കയ്യൊപ്പോടെ എത്തിയ ഒരാൾ. വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതിയുടെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കുരുങ്ങിക്കിടന്ന പൊക്കിൾക്കൊടി കൃത്യമായ രീതിയിൽ അഴിച്ചുമാറ്റി അമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി ആംബുലൻസ് ഡ്രൈവർ. വാളത്തുങ്കൽ അമ്പുവടക്കതിൽ രാഹുൽ ഭവനിൽ ആർ രാഹുലാണ് രക്ഷകനായത്. കഴിഞ്ഞ ജനുവരി 27 വൈകിട്ട് 3 മണിക്കാണ് സംഭവം. ഇരവിപുരം കുന്നത്തുകാവ് സ്വദേശി അഞ്ജുവാണ് വീട്ടിൽ പ്രസവിച്ചത്. പ്രസവ വേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ഇവരുടെ ഭർത്താവ് രാഹുലിനെ വിളിക്കുകയായിരുന്നു. 2.5 കിലോമീറ്റർ അകലെ വാളത്തുങ്കൽ ക്ഷേത്രത്തിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസുമായി രാഹുൽ എത്തിയപ്പോഴത്തേക്കും പ്രസവം കഴിഞ്ഞിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി നോക്കിയപ്പോഴാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി 3 ചുറ്റായി കിടക്കുന്നത് കണ്ടത്. ഈ രീതിയിൽ അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിലേക്ക് മാറ്റുന്നത് അപകടമാകുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റിക്കിടന്ന പൊക്കിൾക്കൊടി സാവധാനം അഴിച്ച ശേഷം കൊല്ലം ഗവൺമെൻറ് വിക്ടോറിയ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ പൊക്കിൾക്കൊടി വേർപെടുത്തിയതോടെ അമ്മയും കുഞ്ഞും സുരക്ഷിതരായി. കുഞ്ഞിന് ആരാധ്യൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്താനായതിൻ്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് രാഹുൽ. മുൻപും സമാനമായ സംഭവങ്ങൾ രാഹുലിൻ്റെ ആംബുലൻസിൽ ഉണ്ടായിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പും വിവിധ ആശുപത്രികളിലും ആംബുലൻസ് ഡ്രൈവർമാർക്ക് 6 മാസം കൂടുമ്പോൾ നൽകുന്ന പ്രാഥമിക ചികിത്സാ ക്ലാസുകളും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകളുമാണ് രാഹുലിന് സഹായമായത്. ജില്ലാ ശിശുക്ഷേമ സമിതി രാഹുലിനെ അനുമോദിച്ചു. ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും രാഹുലിനെ ആദരിച്ചു. 27 തീയതി ജനുവരി 27 തീയതി ഇതിനൊക്കെ വൈകുന്നേരം വൈകുന്നേരം ഉച്ചയ്ക്ക് വണ്ടിയെടുത്ത് നിന്ന് വീട്ടിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയ സമയത്തിന് കണക്ക് അമ്മയുടെ ഫോണിൽ നിന്നാണ് കോൾ വരുന്നത്. ഒരു ചേട്ടൻ കണക്ക് വന്ന് നിന്നിട്ട് ഡെലിവറി കേസാണ്, ഒന്ന് പെട്ടെന്ന് വരുമോ, വണ്ടി എടുത്ത് നിൽപ്പുണ്ടെന്നും പറഞ്ഞ് വിളിച്ച് ഞാൻ ഓടി വന്ന് അപ്പം പുള്ളിക്കാരൻ്റെ ദേഹത്ത് ഈ പറഞ്ഞ കണക്ക് ചോരയും ഫ്ലൂയിഡും എല്ലാം ഉണ്ട്. ഈ വണ്ടി വിളിക്കാൻ വന്ന ചേട്ടനും പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനാണ് വന്നത്. രണ്ടുപേരും അപ്പം മറ്റേ കൂടെ വന്ന ആൾ സ്കൂട്ടറിൽ പോയി, പുള്ളിക്കാരൻ വണ്ടി കയറി വീട്ടിൽ ചെന്നപ്പം സംഭവം ഈ പറഞ്ഞ കൊച്ചു ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചു പുറത്ത് വന്നിട്ട് കൊച്ചിൻ്റെ അമ്മാമ്മ, അതായത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ അമ്മയാന്ന് തോന്നുന്നു, പുള്ളിക്കാരത്തി കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പണ്ടുള്ളവരുടെ ഒരു തെറ്റിദ്ധാരണ പണ്ടുള്ളവർക്ക് അറിയാം പൊക്കിൾക്കൊടി അത്യാവശ്യം നീളമുള്ള സാധനമാണ്, അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് എന്നുള്ള പ്രതീക്ഷയിൽ ഈ അമ്മ ഈ കുഞ്ഞിനെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. സംഭവം ഇതിൻ്റെ കഴുത്തിൽ 2 or 3 ചുറ്റ് ആയിട്ടിരിക്കുക. ഇതാരും അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പം കുഞ്ഞ് ഓൾറെഡി ഈ പറഞ്ഞ കണ്ണെല്ലാം ഉരുണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് എന്തോ ഭാഗ്യം ആ സമയത്ത് അന്നേരം തന്നെ എത്തിച്ചേരാൻ പറ്റിയത് കൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റി. കുഞ്ഞിന് കൂടുതൽ ശ്വാസം മുട്ടിയോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടെന്നോ ഉണ്ടാവാതെ രക്ഷിക്കാൻ പറ്റി. അപ്പം എടുത്ത് അമ്മയുടെ തന്നെ അടി വയറിൻ്റെ അവിടെ വെച്ച് കൈ കൊണ്ട് ചെറുതായിട്ട് ലൂസാക്കി. എന്ന് പറഞ്ഞാൽ അഴിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അഴിക്കുന്ന സമയത്ത് കുഞ്ഞിനെ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യും, എടുക്കുകയെല്ലാം വേണം. അങ്ങനത്തെ ഇതായിരുന്നു. അപ്പം അഴിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ പെടലിക്കോ എല്ലാം പറ്റിപ്പോയാലും കുഞ്ഞിന് മരണകാരണം വരെ സംഭവിക്കാം. അപ്പം അങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ലൂസ് ചെയ്ത് സ്പൈൻ ബോർഡിൽ അമ്മയെടുത്ത് ഒരു 100-200 മീറ്ററോളം റോഡിലോട്ട് എത്താൻ നടക്കണം. അവരെയും കൊണ്ട് ചുമന്ന് റോഡിലെത്തി വണ്ടി കയറ്റി വിക്ടോറിയ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന്, വിക്ടോറിയയിൽ ഓൾറെഡി ലേബർ റൂമിൽ ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാം ഭയങ്കര എന്താ പറയുന്നത്, അപ്പം തന്നെ നമ്മൾ കൊണ്ടുചെന്ന് ഡോക്ടറെ നമുക്ക് സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ അന്നേരം അതിന് വേണ്ട രീതിയിലുള്ള കെയർ കൊടുത്ത് അമ്മയും കുഞ്ഞിനെ 2ആക്കി. പ്രശ്നമില്ല, രണ്ടുപേരും ഓക്കെ ആയി. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടർ കുഴപ്പമില്ല, രണ്ടുപേരും ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് കേട്ട് സന്തോഷത്തോടെ നമ്മൾ തിരിച്ചിറങ്ങിയായിരുന്നു.